20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജനസഭ സംഘടിപ്പിച്ചിരുന്നു. ജനങ്ങളുടെ വോട്ടർമാരുടെ പങ്കാളിത്തം കൊണ്ട് വളരെ ശ്രദ്ധിക്കപ്പെട്ട ജനസഭകളായിരുന്നു എല്ലാം. ചിലതൊക്കെ കയ്യാങ്കളിയിലേക്ക് പോവുകയും ചെയ്തു. ആ പല ജനസഭകളിൽ ഉയർന്നൊരു ചോദ്യം, അതായത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് CPM-ഉം കോൺഗ്രസും. അപ്പോൾ നിങ്ങൾ എന്തിനാ ഇവിടെ മാത്രം പരസ്പരം ഇങ്ങനെ ചേരി തിരിഞ്ഞ് പോരാടുന്നത്? നിങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ എന്ന പോലെ പരസ്പര സഹായ സഹകരണ സംഘങ്ങളായിട്ട് ഇവിടെയും പ്രവർത്തിച്ചുകൂടായിരുന്നോ എന്നൊരു ചോദ്യം ഉയർന്നു പലയിടങ്ങളിലും. കേരളത്തിലെ വോട്ടർമാർ പ്രബുദ്ധരാണ്, അവരിതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അവർ മനസ്സിലാക്കട്ടെ. ഞാൻ പറയുന്നത് അതിനകത്ത് ഞങ്ങൾക്ക് അതിനകത്ത് ആ ചോദ്യത്തിൽ ഞങ്ങൾക്ക് ഒരു ആശങ്കയില്ല. കാരണം ഇന്ത്യ മുന്നണി രൂപീകരിക്കുമ്പോൾ തന്നെ അതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള MOU പ്രകാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇതാണ്. ഇതിനകത്ത് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതാണ് പ്രധാനപ്പെട്ട ആശയങ്ങൾ. ഈ ആശയങ്ങൾ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ചേരാൻ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും അതായത് കടന്നു വരാം. അങ്ങനെയാണ് 28 രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നുകൊണ്ട് ഇന്ത്യ മുന്നണി രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഇന്ത്യ മുന്നണി രൂപീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പല സ്ഥലങ്ങളിൽ പ്രാദേശിക പാർട്ടികൾ ശക്തിയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് മത്സരിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ അവർക്ക് മത്സരിക്കാം. അവർക്ക് ഇപ്പോൾ കോൺഗ്രസിനെതിരായിട്ട് നിൽക്കുന്ന സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അവിടെ ശക്തമാണ് അവർക്കുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. ചില സാഹചര്യം വന്നാൽ ആ സാഹചര്യത്തെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ കേരളത്തിലെ സാഹചര്യം ചെയ്യാൻ നമ്പരോട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കേരളത്തിൽ സ്വാഭാവികമായിട്ട് എത്രയോ കാലമായി കോൺഗ്രസും LDF-ഉം അല്ലെങ്കിൽ UDF-ഉം LDF-ഉം തമ്മിലുള്ള മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ അവർ മത്സരിക്കേണ്ട എന്ന് പറയുന്നതിനകത്ത് എന്ത് അർത്ഥമാണുള്ളത്? അവർക്ക് മത്സരിക്കാം, അതിനകത്തൊരു പ്രയാസമല്ലേ. ഏത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു മത്സരമല്ലേ നമുക്കിവിടെ അനുവദനീയമായിട്ട് അല്ല അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം. അതിൻ്റെ അർത്ഥം ഇപ്പോൾ അവർ കോൺഗ്രസ് മത്സരിക്കണം അതുകൊണ്ട് മാറി നിൽക്കണം എന്നൊന്നുമല്ലല്ലോ. അവർക്ക് മത്സരിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ആശങ്കയൊന്നും ഞങ്ങൾക്കില്ല. അവർക്കെതിരായിട്ട് കേരളത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, LDF-നെതിരായിട്ട് BJP കേരളത്തിൽ മത്സരിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? സ്വാഭാവികമായിട്ടും അപ്പം ഇവിടുത്തെ ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയാണ്. ഇപ്പോഴല്ലേ, എല്ലാ കാലത്തും കോൺഗ്രസ് പാർട്ടി ഭരിക്കുമ്പോൾ LDF ഇവിടെ നമുക്കറിയാവുന്ന പോലെ പ്രതിപക്ഷത്തും, ഇപ്പോൾ അവർ ഭരിക്കുമ്പോൾ ഞങ്ങൾ പ്രതിപക്ഷത്തുമാണ് ഉണ്ടാവുക. അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണല്ലേ, നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പല്ലല്ലോ. അപ്പോൾ ദേശീയ തെരഞ്ഞെടുപ്പിൽ BJP ആണ് ഞങ്ങൾ അവരെയാണ് ഫൈറ്റ് ചെയ്യുന്നത്, അവർക്കെതിരായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടാൻ ഇന്ത്യ മുന്നണിക്ക് ഒരുപാട് സാധ്യതയാണ്. കോൺഗ്രസിന് സാധ്യതയുണ്ട്. 20-20 നമുക്ക് കിട്ടും. അപ്പോൾ ഒരു സീറ്റ് അത് വർദ്ധിപ്പിക്കുക, കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തം. 20 കൊണ്ടുപോകും 100% ഇല്ല. അതിനെന്താ സംശയമുള്ളൂ? 2020 ആണ് നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ നേതാക്കന്മാരടക്കമുള്ള ആളുകളൊക്കെ തന്നെ അത് കൃത്യമായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. പ്രഖ്യാപിച്ചത് വെറുതെ അല്ല, ഒരു പ്രഖ്യാപനം കൊണ്ട് മാത്രമല്ല. അപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ, ഇവിടെ പല സ്ഥലങ്ങളിലും പോയി ജനസഭ നടത്തിയിട്ടുള്ള ഒരു ഇൻപുട്ട് താങ്കൾക്കും കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡ് അറിയാമല്ലോ. അപ്പോൾ ആ സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ, സ്ഥാനാർത്ഥികൾ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ, ഇവിടെ ആൻറ്റി ഇൻകംബൻസി വളരെ ശക്തമാണ്. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ കാണിക്കാൻ ഒരു സംഭവം, ഇത് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഞങ്ങളുടെ ഒരു ഗ്യാരണ്ടി കാർഡാണ്. ഈ ഗ്യാരണ്ടി കാർഡ് കേരളത്തിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ കിട്ടിയതാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. ഞാൻ എവിടെ നിന്നും എടുത്തുകൊണ്ട് വന്നതല്ല. ഇത് എൻ്റെ വീട്ടിൽ എൻ്റെ ബൂത്തിലെ പ്രവർത്തകർ കൊണ്ടുതന്നത് തന്നെ ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന 5 പ്രധാനപ്പെട്ട നീതികളുണ്ട്. ഇപ്പോൾ ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ. ഇതേപോലെ ഗ്യാരണ്ടി കാർഡ് ഞങ്ങൾ അടിച്ചു കൊടുത്ത് 2 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഞങ്ങൾ ഭരിക്കുന്നുണ്ട്. അവിടെ ഈ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് പരിശോധിക്കാം. തെലങ്കാനയിലും അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന പോലെ കർണാടകത്തിലും അവിടെ കൊടുത്ത അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ട്. ഒന്ന്, നമുക്ക് യുവാക്കൾക്ക് ഇപ്പോൾ 30 ലക്ഷം തൊഴിലുകൾ ഇപ്പോൾ ഉണ്ട് ഇന്ത്യയിൽ. 30 ലക്ഷത്തോളം തരുന്ന തൊഴിലുകൾ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അത് നമ്മൾ പൂർണ്ണമായിട്ടും അത് ഫില്ല് ചെയ്യും. അതോടൊപ്പം തന്നെ അതിനകത്തൊരു 50% സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കും. അതോടൊപ്പം 1 ലക്ഷം രൂപ പ്രതിവർഷം നിർധനരായിട്ടുള്ള കുടുംബത്തിലെ ഓരോ വനിതകൾക്ക് നമ്മൾ കൊടുക്കും എന്ന് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴുള്ള തൊഴിലുറപ്പ് പദ്ധതിയുടെ അതിൻ്റെ ഒരു ദൈർഘ്യം 400 ദിവസങ്ങളായിട്ട് വർദ്ധിപ്പിക്കും. അതിലൂടെ തൊഴിലാളികൾക്ക് നീതി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം കാർഷിക കടാശ്വാസ നിയമപരിരക്ഷയും താങ്ങുവിലയും നമ്മൾ മിനിമം സപ്പോർട്ട് പ്രൈസ് നമ്മൾ പ്രഖ്യാപിക്കുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലൂടെ കർഷകർക്ക് നീതി കൊടുക്കും. അതോടൊപ്പം എല്ലാ തലത്തിലുള്ള പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക വിഭാഗങ്ങൾ, സ്ത്രീകളടക്കമുള്ള മാർജിനലൈസ്ഡ് ഗ്രൂപ്പുകൾക്കൊക്കെ തന്നെ കൊടുക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പങ്കാളിത്ത നീതി അത് കൃത്യമായിട്ടുള്ള കണക്കുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ഈ ഗ്യാരണ്ടി കാർഡ് എല്ലാ വീടുകളിലും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ വീടുകളിലും. പാർട്ടി തന്നെ ദുർബലമായി കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിൽ
എവിടെ പാർട്ടി ദുർബലമായെന്ന് എങ്ങനെ പറഞ്ഞു? നിങ്ങൾക്ക് അല്ല, എവിടെ പാർട്ടി ഗ്യാരണ്ടി ഉറപ്പ് കൊടുക്കാൻ പറ്റും? അല്ല, എവിടെ പാർട്ടി ദുർബലമാണെന്ന് ഈ പറയുന്നത്? ഇപ്പോൾ ഇത്രയും ശക്തമായി പാർട്ടി ഇത് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അറിയാം BJP നേരത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ള 400 സീറ്റുകൾ എന്നുള്ള ഒരു വാദമൊന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും ഇപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അടക്കം മുന്നോട്ട് വെക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പാർട്ടി ശക്തിപ്പെട്ടതുകൊണ്ട് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയോടൊപ്പം 10-28 രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് തോന്നിയത് പാർട്ടി ശക്തമായിട്ടാണല്ലോ. കോൺഗ്രസ് പാർട്ടി ശക്തമായിട്ടാണെന്ന് അവർക്ക് തോന്നലുള്ളതുകൊണ്ടല്ലോ, അല്ല വെറുതെ വരില്ലല്ലോ. അപ്പോൾ അത്രയും രാഷ്ട്രീയ പാർട്ടികൾ ഗത്യന്തരമില്ലാതെ അതൊക്കെ അനിൽ നമ്പ്യാരുടെ വിഷയം സാർ, അദ്ദേഹം അങ്ങനെ അത് പറയാം. മറ്റു മാർഗങ്ങളൊന്നും ഇല്ല. അല്ല, അത് താങ്കളുടെ അഭിപ്രായമാണ്. ഞാൻ ആ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരൊറ്റ കാര്യം കൂടെ ചോദിച്ചോട്ടെ, ശിവശങ്കറിലേക്കും അതുപോലെ ശ്രീ സുരേഷ് ബാബുവിലേക്കും പോകുന്നതിന് മുമ്പ് ഈ CAA വിഷയത്തിൽ വ്യക്തമായ ഒരു നിലപാട് അവതരിപ്പിക്കാൻ പറ്റിയില്ല. നിങ്ങൾ വെള്ളം ചേർത്തോ എന്നൊരു സംശയം. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനസഭയിൽ ഉയർന്ന ഒരു ചോദ്യം. എന്തുകൊണ്ട് നിങ്ങൾ വളരെ ക്ലാരിറ്റിയുള്ള ഒരു നിലപാട് എന്തുകൊണ്ട് എടുത്തില്ല ആ വിഷയത്തിൽ? ആരാ പറഞ്ഞത്? അത് ഹിന്ദു വോട്ടുകൾ ലക്ഷ്യം വെച്ച് തന്നെയല്ലേ? പൊതുവിൽ തന്നെ അല്ല, ഈ ഒരു മൃദു സമീപനം സ്വീകരിക്കുന്നു എന്നൊരാക്ഷേപമുണ്ട്.